പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ നല്ല സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ ലേറ്റ് നൈറ്റാണ്. ഇവിടെ ഇപ്പോൾ 2:45 AM ആയി. വചനം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് തന്ന ഒരു ചിന്ത നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ കർത്താവിൻ്റെ നാമത്തിൽ ശരണപ്പെടുന്നു. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തെ കേന്ദ്രീകരിച്ചാണ് സന്ദേശം പറഞ്ഞുകൊണ്ട് വന്നത്. അതിൻ്റെ 14-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. അവനോട് നീ ചെന്ന് നിൻ്റെ സഹോദരന്മാർക്ക് സുഖം തന്നെയോ, ആടുകൾ നന്നായിരിക്കുന്നുവോ എന്ന് നോക്കി വന്നു വസ്തുത അറിയിക്കണമെന്ന് പറഞ്ഞു. ഹെബ്രോൻ താഴ്വരയിൽ നിന്നും അവനെ അയച്ചു. അവൻ ശേഖേമിലെത്തി. അവൻ വെളിപ്രദേശത്ത് ചുറ്റി നടക്കുന്ന ദൂരത്തിൽ കണ്ടു. നോക്കുക, സഹോദരന്മാരുടെ ക്ഷേമവിവരം അറിയുവാൻ അപ്പനായ യാക്കോബ് യോസഫിനെ പറഞ്ഞു വിടുന്ന ഒരു രംഗമാണ് നമ്മൾ വായിച്ചത്. ആദ്യത്തെ വോയിസിൽ നമുക്ക് അല്പമായി ആ കാര്യങ്ങളെപ്പറ്റി ചിന്തിപ്പാനിടയായി. എന്നാൽ ഇന്ന് അതിൻ്റെ 2-ാം പാദത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വലിയൊരു ആഴമുള്ള സന്ദേശമൊന്നുമില്ല, പക്ഷേ ഒരു ചെറിയ ചിന്ത കർത്താവ് നൽകിയപ്പോൾ അത് നിങ്ങളടുത്ത് പറയണമെന്ന് എനിക്ക് തോന്നി. 14-ാം വാക്യത്തിൽ പറഞ്ഞതുപോലെ നീ ചെന്ന് നിൻ്റെ സഹോദരന്മാർക്ക് സുഖം തന്നെയോ. ഞാനിവിടെ പറഞ്ഞു വെച്ചൊരു കാര്യം, നമ്മൾ നമ്മുടെ കാര്യം നോക്കുന്നവർ മാത്രമായി തീരരുത്. നമ്മളെ കൂട്ടു സഹോദരന്മാരെയും സഹോദരിമാരെയും, നമ്മുടെ സഹപ്രവർത്തകരെ, നമ്മുടെ സ്വന്തക്കാരെ, നമ്മുടെ ബന്ധക്കാരെ, നമുക്ക് ചുറ്റുമുള്ളവരെ, നമ്മുടെ സമൂഹത്തെ ഒക്കെ നമ്മൾ ചെന്ന് അന്വേഷിക്കുന്നവരാകണം. ചിലരുണ്ട് സ്വന്തം കാര്യം മാത്രം നോക്കും, മറ്റുള്ളവരുടെ കാര്യം എങ്ങനെയാണെന്ന് പോലും അറിയില്ല. അവരെ ഒന്ന് സ്നേഹിക്കുകയോ സ്നേഹത്തിൻ്റെ വാക്കുകൾ പറയുകയോ അവർക്കതൊന്നും ബോധേടല്ല. ഇന്നലെ ഞാനൊരു യാത്ര കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ വാഹനത്തിന് തൊട്ട് മുമ്പ് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. കാറും ബൈക്കും കൂടെ ഇടിച്ചതാണ്. അവിടെ എല്ലാവരും അവിടെ കിടക്കുന്ന ആളുകളുണ്ടോയെന്ന് പോലും നോക്കാതെ, അല്ലെങ്കിൽ അവിടെ വീണ് കിടക്കുന്ന ആളുകളെ കണ്ടിട്ടും ഒന്ന് വണ്ടി നിർത്താനോ ഒന്ന് സഹായിക്കാനോ ഒന്നും ചെയ്യാൻ മനസ്സില്ലാതെ ഒരുമാതിരി മരവിച്ച മനസ്സുപോലെ ആളുകൾ പോയി. ഞാൻ തൊട്ട് പുറകിലായിരുന്നു. ഞാൻ പെട്ടെന്ന് വണ്ടി സൈഡിൽ നിർത്തി എന്നെക്കൊണ്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആകുന്ന സഹായങ്ങളൊക്കെ ചെയ്യാൻ കഴിഞ്ഞു. ഞാൻ പറഞ്ഞത് എല്ലായിടത്തും പറയുമ്പോൾ എന്നെ ന്യായീകരിച്ച് പറയുകയല്ല, ഞാൻ ചെയ്ത കാര്യം പറയാനുമല്ല പറഞ്ഞത്. പലപ്പോഴും നമുക്ക് നമ്മുടെ കൂട്ടു സഹോദരന്മാരെ വേദനകളോ അവരുടെ ഭാരങ്ങളോ അവരുടെ ആവശ്യങ്ങളോ ഒന്നും നമ്മൾ കാണാത്തവരായി നടിക്കാറുണ്ട്. അവരോടൊരു സിമ്പതി നമുക്ക് തോന്നാറില്ല, അവരോട് അനുകമ്പ തോന്നാറില്ല. എനിക്ക് എൻ്റെ കാര്യം, എൻ്റെ ഭാര്യയുടെ കാര്യം, എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം, അല്പം കൂടെ പോയാൽ നമ്മുടെ മാതാപിതാക്കളുടെ കാര്യം. പക്ഷെ മറ്റൊരാളെ സഹായിക്കാനോ സംരക്ഷിക്കാനോ അവരെ ഒന്ന് കരുതാനോ അവരോടൊരു വാക്ക് പറയാനോ അവരെ ഒന്ന് സ്നേഹിക്കാനോ അവരെ ഒന്ന് താങ്ങാനോ തലോടാനോ ഒന്നും നമുക്ക് ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. എന്നാൽ ഇവിടെ അപ്പൻ ആ വേദന ഉള്ളത് കൊണ്ടാണ്, ആ ബേർഡൻ ഉള്ളത് കൊണ്ടാണ് ആ ഇളയ മകനെ, താൻ ഒത്തിരി സ്നേഹിച്ച മകനെ, ശരിക്കും നമുക്ക് അതിൻ്റെ 37-ാം വാക്യം വായിക്കുമ്പോൾ ഈ 17 വയസ്സ് മാത്രം പ്രായമുള്ള യോസഫ് ഒരു കൗമാര ദിശയിലെത്തിപ്പെടുന്ന ഒരു യൗവനക്കാരൻ. അവനെ കാട്ടിലേക്ക് അയക്കുകയാണ്. എന്തുകൊണ്ടാണ്? എല്ലാവരും തൻ്റെ മക്കളാണ്.
അവരാഹാരം കഴിച്ചോ ഇല്ലയോ എന്നറിയില്ല. നമുക്കങ്ങനെ സഹോദരന്മാരെ അന്വേഷിച്ചു പോയ പല ആളുകളെയും നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദാവീദിൻ്റെ അപ്പനും ഇതുപോലെ ദാവീദിനെ പറഞ്ഞ് കൊട്ടാരത്തിലേക്ക് വിടുന്നത് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ ഇത് കാട്ടിലേക്കാണ് വിടുന്നത്. ദാവീദിന് കാട് അന്യമല്ല. കുഞ്ഞുനാൾ മുതൽ കാടിൻ്റെ സ്വഭാവങ്ങൾ പരിശീലിച്ച ഒരു ദൈവമകനാണ് ദാവീദ്. എന്നാൽ ഇന്ന് മറ്റൊരു വേദഭാഗം നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ അതിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യം. കുറേ നാൾ കഴിഞ്ഞിട്ട് പൗലോസ് ബർന്നബാസിനോട്, നാം കർത്താവിൻ്റെ വചനം അറിയിച്ച പട്ടണം തോറും പിന്നെയും ചെന്ന് സഹോദരന്മാർ എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കുക എന്ന് പറഞ്ഞു. നോക്കുക, ഇത് വളരെ കുടിക്കൊള്ളേണ്ട ഒരു വാക്യമാണ്. സാധാരണ നമ്മളൊക്കെ സുവിശേഷ പ്രവർത്തനം ചെയ്യാറുണ്ട്. നമ്മൾ ആരംഭശൂരത്വം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കാണാൻ കഴിയും. തുടക്കം ഭയങ്കര ഗംഭീരമാണ്, പക്ഷെ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ കഴിയുന്നില്ല. ആ കാര്യം പറയുമ്പോൾ എനിക്ക് ഒരാളെ ഓർമ്മ വരികയാണ്. യോനെ ഇതുപോലെ ദൈവശബ്ദം കേട്ട് ചാടി എഴുന്നേൽക്കുകയായിരുന്നു. പക്ഷെ ഇവിടെ അപ്പോസ്തലനായ പൗലോസിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് നോക്കിക്കേ. കുറേ നാൾ കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ കുറച്ചു നാൾക്ക് മുമ്പ് താന് കടന്നുപോയി ശുശ്രൂഷ ചെയ്ത, സുവിശേഷം അറിയിച്ച, കർത്താവിൻ്റെ വചനം പറഞ്ഞു കൊടുത്ത, സഭ സ്ഥാപിച്ച, ഏതൊക്കെ നിലകളിൽ അദ്ദേഹത്തിനാകാൻ കഴിയുമോ ആ നിലകളിലൊക്കെ ആയ ആ സ്ഥലത്തെ പറ്റി ബർന്നബാസിനോട് പറയുകയാണ്. കുറേ നാൾ കഴിഞ്ഞിട്ട് പൗലോസ് ബർന്നബാസിനോട്, നാം കർത്താവിൻ്റെ വചനം അറിയിച്ച പട്ടണം തോറും. ഇവിടെ വളരെ പ്രസക്തമായൊരു ഭാഗമാണ്. ഞാൻ എന്നെയും കൂടെ പ്രതിക്കൂട്ടി നിർത്തി ചോദിക്കുകയാണ്. നമ്മളൊക്കെ ദൈവദാസന്മാരും ശുശ്രൂഷകന്മാരും അല്ലെങ്കിൽ നല്ല കഴമ്പുള്ള വിശ്വാസിയും അല്ലെങ്കിൽ ഈ ശുശ്രൂഷകൾ നന്നായിട്ട് നടത്തുന്നവരും ദൈവകൽപ്പന നന്നായി അനുസരിക്കുന്നവരും ദൈവത്തെ അനുസരിക്കുന്നവരും ഒക്കെയാണ്. പക്ഷേ കർത്താവിൻ്റെ വചനം അറിയിച്ച സ്ഥലത്ത്, അറിയിച്ച വ്യക്തിയെടുത്ത് പിന്നെയും ചെല്ലാറുണ്ടോ? പിന്നെ ചെല്ലാൻ പറ്റിയിട്ട് വേണ്ടേ? കാരണം പ്രസംഗമൊക്കെ കഴിഞ്ഞ് അവിടുന്ന് വിട്ടു പോകുമ്പോഴാണ് പറയുന്നത്, ഇന്ന ആള് അന്ന് പ്രസംഗിച്ചില്ലേ പാർട്ടി, ആ പാർട്ടി ഇന്നതായിരുന്നു, ആ പാർട്ടി ശരിയല്ലായിരുന്നു എന്നൊക്കെ അറിയുന്നത്. ഒന്നുപോയ സ്ഥലത്ത് നമുക്ക് ഒന്നുകൂടെ ചെല്ലാൻ കഴിയുന്നില്ലെങ്കിൽ സംതിങ് റോങ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ അറിയിച്ച, സുവിശേഷം അറിയിച്ച, സഭകൾ സ്ഥാപിച്ച നമ്മുടെ സ്നേഹിതരുടെ അടുത്ത് ഒന്നുകൂടെ ചെല്ലാനുള്ള ഒരു വ്യഗ്രത നമ്മുടെ കയ്യിൽ ഉണ്ടാകണം. നാം പലപ്പോഴും കർത്താവ് പറഞ്ഞു എന്ന് കരുതി ആരംഭശൂരത്വം ചെയ്യാറുണ്ട്. പക്ഷെ ഇവിടെ പൗലോസ് പറയുകയാണ് ബർന്നബാസിനോട്, നാം കർത്താവിൻ്റെ വചനം അറിയിച്ച. രണ്ടുപേരും ഒരുമിച്ച് നാം രണ്ടുപേരും ഒരുമിച്ച് അറിയിച്ചിട്ട് ഒരാൾ അറിയാതെ അല്ല അടുത്തടുത്ത് പോകുന്നത്. ഇന്ന് വിശ്വാസികളെ ചാക്കിട്ട് പിടിക്കുവാൻ, അങ്ങനെ തന്നെയാണ് പറയുന്നത്. പണ്ട് സ്കൂളിലെ കുട്ടികളെ പിടിക്കുന്നത് പോലെ നഴ്സറി അങ്ങോട്ട് കഴിയുമ്പം 1-ാം ക്ലാസ്സിലേക്ക് ആകെന്നറിഞ്ഞ് വീടുകളിലേക്ക് ചെന്ന് കുട്ടികളെയൊക്കെ പിടിക്കുന്ന കാര്യം ഇപ്പോഴും ഉണ്ട്. പരസ്യം കൊടുത്തൊക്കെ വിളിക്കുന്നതൊക്കെ ഉണ്ട്.
പക്ഷെ ഇവിടെ നോക്കുക, നാം അറിയിച്ചെടുത്ത് നാം ഒരുമിച്ച് പോകുവാൻ, അത് വലിയൊരു ക്വാളിറ്റിയാണ്. ഇന്ന് അനേകയിടങ്ങളിൽ സുവിശേഷ പ്രവർത്തനം നടത്താറുണ്ട്. നാളൊരിടത്ത് സുവിശേഷ പ്രവർത്തനം നടത്താൻ പോയി പാസ്റ്റർമാർ തമ്മിൽ വഴക്കാണ്. കാരണം എന്നാണെന്ന് ചോദിച്ചപ്പോൾ ട്രാക്റ്റിൽ ആരുടെ സീലടിക്കുന്നുള്ളതാണ്. ട്രാക്റ്റിൽ ആരുടെ പേര് വെച്ചുള്ള സീലടിക്കും, അതിൻ്റെ പേരിൽ വഴക്കാണ്. ലാസ്റ്റിൽ പപ്പാതി എടുത്തിട്ട് പകുതി എടുത്ത് പകുതി ഒരാളുടെ പേരും പകുതി മറ്റൊരാളുടെ പേരും അടിച്ചു. നോക്കുക, എന്ത് വിരോധാഭാസമാണ് ചെയ്യുന്നത്. എന്താ സുവിശേഷ പ്രവർത്തനം? വിശ്വാസികൾ വന്നാൽ ആരുടെ ചർച്ചിൽ വരും, ആരുടെ ചർച്ചിൽ പോകും? ഇന്ന് സഭകളെ വളർത്തുവാൻ പലരും പല പൊടിക്കൈകളും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവിടെ ഇതൊക്കെ വളരെ ആഴമായി ചിന്തിക്കേണ്ട ഭാഗമാണ്. ഈ വചനപ്രകാരമൊക്കെയാണോ ജീവിക്കുന്നത്? പലപ്പോഴും സുവിശേഷ പ്രവർത്തനത്തിൽ പോലും നിങ്ങളുടെ, ഞങ്ങളുടെ, നിന്റെ, എൻ്റെ എന്നുള്ള ഭാവങ്ങൾ കടന്നു വരാറുണ്ട്. നിങ്ങളുടെ സഭ, ഞങ്ങളുടെ സഭ. പണ്ടൊരാള് IPCയിലായിരുന്നു. IPC എന്ന് കുറേ വർഷങ്ങളായിട്ട് പിന്നെ AG-യിലാണ് അദ്ദേഹം പോകുന്നത്. AG-യിൽ വന്ന് 10 വർഷം കഴിഞ്ഞിട്ടും പുള്ളി പറയുമ്പോൾ എപ്പോഴും പറഞ്ഞത് ഞങ്ങളുടെ IPC-യിൽ, ഞങ്ങളുടെ IPC-യിലാണെങ്കിൽ 2 പാട്ടാണ്, ഞങ്ങളുടെ IPC-യിലാണെങ്കിൽ 2 പ്രാർത്ഥന, ഞങ്ങളുടെ IPC-യിലാണെങ്കിൽ പ്രസംഗം ഇങ്ങനെയല്ല. നോക്കുക, ഭയങ്കര സ്പിരിറ്റാണ് നമുക്ക് സഭകൾ. എന്നെ സംബന്ധിച്ച് ഞാൻ എല്ലാ സഭകളിലും പോകാറുണ്ട്. എല്ലാവരും കർത്താവിനെയാണ് ആരാധിക്കുന്നത്. ആരെയും നമുക്ക് താഴ്ത്തിക്കെട്ടാനോ ഉയർത്താനോ അത് നമ്മുടെ ജോലിയല്ല. എല്ലാവരും കർത്താവിന് വേണ്ടി വേല ചെയ്യുന്നു. കർത്താവാണ് സകലതും വിധിക്കുന്നത്. ഇവിടെ നോക്കുക, 2 പേരും സുവിശേഷം അറിയിച്ച സ്ഥലത്ത് ഒരാൾ അറിയാതെ അടുത്ത ആൾ പോവുമല്ല. ഇന്നങ്ങനെയാണ് സംഭവം നടക്കുന്നത്. എന്നിട്ട് അച്ഛനെ വിളിക്കും, പാസ് ഇന്നലെ കഴിഞ്ഞ പ്രാവശ്യം വന്ന ആ പാസ് വന്നിരുന്നു കേട്ടോ, പുള്ളി എന്നെ സഭയിലേക്ക് വിളിച്ച്, ഞാൻ അങ്ങോട്ട് പോയി. അപ്പം മറ്റേ പുള്ളി പറഞ്ഞു, ഞാനല്ലേ ആദ്യം സുവിശേഷം പറഞ്ഞത്, ഞാനല്ലേ നിങ്ങൾ ആദ്യം പരിചയപ്പെടുത്തിയത്, അപ്പം ഞങ്ങളുടെ സഭയിലല്ലേ വരേണ്ടത്. എന്തൊരു വിരോധാഭാസമാണ്. ഇവിടെ പൗലോസ് ബർന്നബാസിനോട് പറയുകയാണ്, കുറേ നാൾ കഴിഞ്ഞിട്ട് പൗലോസ് ബർന്നബാസിനോട് നാം കർത്താവിൻ്റെ വചനം അറിയിച്ച പട്ടണം തോറും പിന്നെയും ചെന്ന് സഹോദരന്മാർ എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കുക എന്ന് പറഞ്ഞു. എന്തൊരു ആറ്റിറ്റ്യൂഡാണ്. എന്തുകൊണ്ടാണ് പൗലോസ് ബർന്നബാസിനെ വിളിക്കാൻ കാരണം? നമുക്ക് വചനം അറിയുന്നവർ നമ്മുടെ ഇടയിലുള്ളത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാൻ ചിലപ്പോൾ ഇതറിയാത്തവരും കൂടെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഒരറിവിലേക്കായി, ശരിക്കും പൗലോസിനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്ന ബർന്നബാസാണ്. കാരണം പൗലോസ് നമുക്കറിയാം, സ്തെഫാനോസിനെ കൊല്ലുന്ന കാര്യത്തിലും കല്ലേറിയുന്ന കാര്യത്തിലും മുൻപന്തി നിന്ന ആളാണ്. അതുമല്ല, ദൈവമക്കളെ മുടിക്കാൻ, തകർക്കാൻ, കൊല്ലുവാൻ അധികാരപത്രം മേടിച്ച, യാത്ര ചെയ്ത ആളാണ് പൗലോസ്. അപ്പോൾ തന്നെ പൗലോസ് ഒരു കർത്താവിൻ്റെ ദർശനം ലഭിച്ചിട്ട് കർത്താവുമായി ഒരു എൻകൗണ്ടർ ഉണ്ടായിട്ട് നേരെ ഓപ്പോസിറ്റ് ആകുകയാണ്. എന്ന് പറഞ്ഞാൽ, ദൈവമക്കളെ കൊന്നവൻ, ദൈവമക്കളെ മുടിച്ചവൻ ഇപ്പോൾ കർത്താവുമായി ഒരു എൻകൗണ്ടർ നടന്നു കഴിഞ്ഞപ്പോൾ കർത്താവിലേക്ക് ആനയിക്കുന്നവരാക്കി. കർത്താവിലേക്ക് എത്ര പേരെ ആക്കുവാൻ കഴിയും, കർത്താവിലേക്ക് എത്ര പേരെ നേടുവാൻ കഴിയും, തൻ്റെ ജീവിതം മുഴുവനും അതിനുവേണ്ടി സമർപ്പിച്ച്
ഒരു ദൈവമകനായി തീരുകയാണ്. പക്ഷെ ഇത് ആ ദേശത്തുള്ള ആരും വിശ്വസിച്ചില്ല. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, കർത്താവ് ഇടപെടുന്നത് ഇതുപോലെയാണ്. ആരും വിശ്വസിക്കാത്ത തരത്തിൽ, ആരും സ്വപ്നം കാണാത്ത തരത്തിൽ കർത്താവ് നമ്മളെ ചേഞ്ച് ചെയ്യുമെന്ന് മനസ്സിലാക്കുക. ഈ കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത കേട്ടല്ലോ, ഗ്രഹാം സൈസിനെ ചുട്ടുകൊന്ന ആ വ്യക്തി യേശുവിനെ സ്വീകരിച്ചു എന്നുള്ളത്. എന്നതുപോലെ പൗലോസ് ദൈവഭാഗത്തേക്ക് കടന്നു വന്നപ്പോൾ ആ ദേശത്തുള്ള ആരും പൗലോസിനെ അംഗീകരിച്ചില്ല. എല്ലാവരും പറഞ്ഞു പൗലോസ് കൂടെ വേണ്ട, കാരണം പൗലോസിനെ ഞങ്ങൾക്കറിയാം. പൗലോസ് സ്തെഫാനസിനെ കല്ലെറിയുന്നതിൽ മുൻപന്തി നിന്ന ആളാണെന്ന് ഞങ്ങൾക്കറിയാം. അതുപോലെ പുള്ളിയുടെ മറ്റേ അധികാരപത്രമൊക്കെ ഉണ്ട്, ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞങ്ങളുടെ സഭയിൽ വേണ്ട, ഞങ്ങളുടെ അടുക്കിലേക്ക് വരണ്ട, ഞങ്ങൾക്ക് അദ്ദേഹത്തെ വേണ്ട, ഞങ്ങൾക്ക് പേടിയാ. അപ്പോഴും ചേർത്ത് പിടിച്ചത് ബർന്നബാസായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഇതുപോലെയുള്ള ചില ബർന്നബാസ് നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ടാണ് നാമൊക്കെ എന്ന് ജീവനോടെ നിൽക്കുന്നത്. ഇതുപോലെയുള്ള ചില ബർന്നബാസുകൾ നമ്മെ സ്നേഹിക്കാനുള്ളത് കൊണ്ടാണ് നാം ഇന്നും ശുശ്രൂഷയിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരൊരുമിച്ച് അനേക ശുശ്രൂഷകൾ ചെയ്തു വന്നു. അതുകൊണ്ടാണ് പൗലോസിന് ഒരു പ്രത്യേക സ്നേഹം ബർന്നബാസിനോട് കൂടെ ഉണ്ട്. കാരണം എന്നെ ശുശ്രൂഷയിൽ കൈപിടിച്ചുയർത്തിയ, എന്നെ ശുശ്രൂഷയിൽ താങ്ങും തണലുമായി നിന്ന ബർന്നബാസ്. അതുകൊണ്ടാണ് പറയുന്നത്, നമുക്ക് നാം കർത്താവിൻ്റെ വചനം അറിയിച്ച പട്ടണം തോറും. നമുക്കിങ്ങനെ പറയാൻ കഴിയുമോ? കർത്താവിൻ്റെ വചനം അറിയിച്ച പട്ടണമെന്ന്. ഇനി പട്ടണം പോട്ടെ, അറിയിച്ച ആളെന്ന് പറയാൻ പറ്റുമോ? നമുക്ക് പോലും അറിയാൻ സമയമില്ല അല്ലേ? വചനം വായിക്കാൻ സമയമില്ല. ഇനി വചനം വായിച്ച് ഒരു മെസ്സേജ് പറഞ്ഞാൽ അത് കേൾക്കാൻ സമയമില്ല, അതിനൊരു റിപ്ലൈ പറയാൻ സമയമില്ല. എനിക്കറിയാം, ഈ മെസ്സേജ് പറയുമ്പോൾ ചിലർക്കൊക്കെ കുത്തുകൊള്ളും, കൊള്ളട്ടെ. ഒന്നിനും സമയമില്ല നമുക്ക്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാലും ഇവിടെ പൗലോസ് നോക്കുക, ഭയങ്കര തിരക്കുള്ള ആളാണ്. തനിക്ക് തന്നെ ഒന്നിനും മാറ്റി നിർത്താൻ കഴിയില്ല. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലോ, സമ്പത്തിൻ്റെ കാര്യത്തിലോ, കുലമഹിമയുടെ കാര്യത്തിലോ, എന്ത് കാര്യത്തിലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് പൗലോസ്. ഇതൊക്കെ ഉണ്ടായിട്ടും തനിക്ക് സുവിശേഷം അറിയിപ്പാൻ സമയമുണ്ടായിരുന്നു, വചനം പ്രസംഗിപ്പാൻ സമയമുണ്ടായിരുന്നു, അനേക സ്ഥലങ്ങളിൽ കടന്നു ചെല്ലാൻ സമയമുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ കുറിക്കൊള്ളട്ടെ ദൈവമക്കളെ. നമ്മളെന്നും വീട്ടിൽ കഞ്ഞിയും കറിയും വെച്ച് ജോലിക്കും പോയി നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കി, നമ്മുടെ ഭാര്യയെ നോക്കി, വീട്ടിൽ നിന്ന് ടി വിയും കണ്ട് റീൽസുകളും കണ്ട് തീർക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം. പ്രൈസ് ദി ലോർഡ്. വളരെ കുറ്റബോധത്തോടുകൂടിയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. എനിക്കും പലപ്പോഴും സുവിശേഷ വേല വേണ്ട രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഞാനിവിടെ ഭയങ്കര തിരക്കുള്ള, സഭകൾ സ്ഥാപിച്ച, കാരാഗ്രഹത്തിൽ കടന്ന, ശരിക്കും പറഞ്ഞാൽ ഈ പൗലോസിൻ്റെ ആദ്യ നാളുകളാണിത്. തൻ്റെ ശുശ്രൂഷയുടെ ആദ്യ പദങ്ങളാണ്. തൻ്റെ ഒരു ചുറുചുറുക്ക് നോക്കിക്കേ. നമ്മുടെ കുറിവാക്യം മറന്നു പോകരുത്. യാക്കോബ് പറഞ്ഞയച്ച സഹോദരന്മാർ എങ്ങനെയുണ്ടെന്ന് നീ ചെന്നവരുടെ ക്ഷേമവിവരങ്ങൾ അറിയിച്ചിട്ട് വസ്തുത എന്നെ അറിയിക്കണം. ഒരപ്പൻ പറഞ്ഞതാ. ഇതുപോലെ സ്വർഗത്തിലെ അപ്പം പറഞ്ഞത് കേട്ട് പൗലോസ് പറയുക ബർന്നബാസിനോട്, നമുക്ക് നാം കർത്താവിൻ്റെ വചനം അറിയിച്ച പട്ടണം തോറും പിന്നെയും ചെന്ന്. ഒന്ന് പോയെടുത്ത് പിന്നെ പോകാൻ പറ്റുന്നുണ്ടോ? നമുക്ക് ഒന്നിരുന്ന സഭയിൽ പിന്നെ ഇരിക്കാൻ പറ്റുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത്, എന്നെ കൂടെ പ്രതിക്കൂട്ടിലിരുത്തിയാണ് ഞാൻ സംസാരിക്കുന്നത്.
പട്ടണം തോറും പിന്നെയും സഹോദരന്മാർ എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ നോക്കുക എന്ന് പറഞ്ഞപ്പോൾ അടുത്ത വാക്യം, മർക്കോസ് എന്ന യോഹന്നാനെയും കൂട്ടിക്കൊണ്ടുപോകുവാൻ ബർന്നബാസ് ഇച്ഛിച്ചു. ബർന്നബാസിന്റെ പ്രത്യേകത എപ്പോഴും ആളുകളെ സ്നേഹിക്കുക, ആളുകളെ കൂട്ടുക. ഇത് ചിലരുടെ സ്വഭാവം ഇതാണ്, എന്നാൽ ചിലർക്ക് ഈ സ്വഭാവമില്ല. ഇവിടെ പൗലോസിൻ്റെയും ബർന്നബാസിൻ്റെയും രണ്ട് സ്വഭാവങ്ങളാണ്. ഇതുപോലെ നമ്മുടെ ശുശ്രൂഷകളിലും നമ്മുടെ സഭകളിലൊക്കെ ഉണ്ട്. ചിലർക്ക് സുവിശേഷം അറിയിക്കാൻ ഭയങ്കര താല്പര്യമാണ്, സുവിശേഷം അറിയിച്ചെടുത്ത് പിന്നെയും ഒന്ന് പോകാൻ താല്പര്യമാണ്. അങ്ങനെ പോകുമ്പോൾ ചില ബർന്നബാസുമാർ പറയുന്നത് നമുക്ക് ഇന്ന ആളെ കൂടെ കൂട്ടാം, നമുക്ക് ഒരു ബെന്നിയെ കൂടെ കൂട്ടാം, നമുക്കൊരു ലിജയെ കൂടെ കൂട്ടാം, നമുക്ക് സജിബായെ കൂടെ കൂട്ടാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സുഹൃത്തിൻ്റെ ആരെങ്കിലൊക്കെ പേര് പറ, അതിനെ കൂടെ കൂട്ടാം. ഇത് പറയുമ്പോൾ പൗലോസ് പംഫുല്യയിൽ നിന്നും തങ്ങളെ വിട്ട് പ്രവർത്തിക്ക് വരാതെ പോയവനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് യോഗ്യമല്ല എന്ന് നിരൂപിച്ചു. നോക്കുക, എവിടെ പോവുക? നമ്മൾ സുവിശേഷ പ്രവർത്തനത്തിന് പോവുക. എവിടെ പോവുക? നേരത്തെ അറിയിച്ച സ്ഥലത്ത് സഹോദരങ്ങൾ എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കാൻ വേണ്ടി പോവുക. അപ്പോൾ ഒരാൾ പറയുകയാണ് നമുക്ക് ഒരാളെ കൂടെ കൊണ്ടുപോകാം. അപ്പോൾ മറ്റാൾ പറയാ, എന്നാ ഞാൻ വരുന്നില്ല, കാരണം ഞാനും പുള്ളിയായിട്ട് വലിയ അടുപ്പമൊന്നുമില്ല. ഇങ്ങനെ ആയാൽ സുവിശേഷ വേല മുന്നോട്ട് പോകില്ല. നമുക്ക് പൗലോസിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡും വേണം, അപ്പോൾ തന്നെ ബർന്നബാസിൻ്റെ ആറ്റിറ്റ്യൂഡും വേണം. പ്രൈസ് ദി ലോർഡ്. ഇത് രണ്ട് മുഖങ്ങളെയാണ് ഞാൻ കാണിക്കുന്നത്. എല്ലാ സഭകളിലും ഇതുപോലെയുള്ള ആളുകളുണ്ട്, നമ്മുടെ കുടുംബത്തിലുണ്ട് ഇതുപോലെ. അദ്ദേഹമായിട്ട് കല്യാണത്തിന് പോകണമെങ്കിൽ ഞാൻ വരുന്നില്ല, നിങ്ങൾ ഒരു കാര്യം ചെയ്ത് നിങ്ങളങ്ങ് പോക്കോ, ഞാൻ അവിടെ വന്നേക്കാം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ, നമ്മളൊക്കെ സുവിശേഷ വേല ചെയ്യാൻ ഭയങ്കര താല്പര്യമുള്ളവരാണ്, പിന്നെയും പോകണം. ഞാൻ ഈ രണ്ട് സ്വഭാവങ്ങൾ പറയുകയാണ്, ആരെയും കുറ്റപ്പെടുത്തുകയല്ല. നമ്മൾ സുവിശേഷ വേല ചെയ്യുക, പ്രാർത്ഥനയ്ക്കൊന്നും ഒരു കുറവില്ല, അന്യഭാഷയ്ക്കൊന്നും ഒരു കുറവില്ല. പക്ഷെ അന്യഭാഷ കഴിഞ്ഞ് കുറച്ച് വരുമ്പം അന്യായ ഭാഷയാണ് പറയുന്നത്. നമ്മൾ പ്രാർത്ഥിച്ച് 100% നമ്മൾ ആത്മാവിലാകുന്നത്, പക്ഷെ അറുത്ത കൈക്ക് ഉപ്പ് തേക്കില്ല. പ്രാർത്ഥനയ്ക്കൊന്നും ഒരു കുറവില്ല, എത്ര മണിക്കൂർ വേണമെങ്കിലും പ്രാർത്ഥിക്കും. പക്ഷെ നമ്മൾ ഇന്ന സഹോദരിയുടെ വീട്ടിൽ പോകാൻ അങ്ങോട്ട് ഞാനില്ല ബ്രദറെ, ഞാനേ അവിടെ ചെറിയൊരു പ്രശ്നം, നമുക്ക് ഇന്ന സ്ഥലത്ത് പോയാൽ അവിടെ ഇല്ല, ആ സഭയിലാണെങ്കിൽ ഞാനില്ല, കാരണം ഞാനുമായിട്ട് ചേരാത്ത ഒരു പാർട്ടി അവിടെ ഉണ്ട്. എന്ത് ചെയ്യുക? സുവിശേഷ വേല ചെയ്യുക. എന്ത് ചെയ്യുക? പ്രാർത്ഥനയ്ക്ക് പോവുക. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പൗലോസ് പറയുന്നു മർക്കോസിനെ വിളിക്കണ്ട, കാരണം പംഫുല്യയിൽ നിന്നും തങ്ങളെ വിട്ട് പ്രവർത്തിക്ക് വരാതെ പോയവനെ കൂട്ടിക്കൊണ്ടു പോകുന്നു യോഗ്യമല്ല. ശരിക്കും പൗലോസ് അത് ചെയ്തത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല. ഞാൻ പറഞ്ഞല്ലോ, ചില മുഖങ്ങളെ പരിചയപ്പെടുത്തുകയാണ്, ചില സ്വഭാവങ്ങളെ പരിചയപ്പെടുത്തുകയാണ് സുവിശേഷ വേലയിൽ. അങ്ങനെ ശരിക്കും ഇവിടെ ഒരു പരസ്പര വിരുദ്ധമായൊരു കാര്യം, സഹോദരന്മാരെ അന്വേഷിച്ചാണ് പോകുന്നത്. നമ്മൾ കഴിഞ്ഞ കുറേ നാൾ സുവിശേഷം അറിയിച്ച, ദൈവവചനം പറഞ്ഞ ആ പട്ടണത്തിൽ ആ സഹോദരന്മാർ എങ്ങനെ ഇരിക്കുന്നു എന്ന് അന്വേഷിക്കാനാണ് പോകുന്നത്. പക്ഷേ ആ ദൂരെയുള്ള പട്ടണത്തിലെ സഹോദരന്മാരെ അന്വേഷിക്കുന്നതിന് പകരം തൊട്ടടുത്തിരിക്കുന്ന ആ സഹോദരനെ നമുക്ക് അന്വേഷിക്കാൻ കഴിയുന്നുണ്ടോ? അവനെ ഒന്ന് കൂട്ടാൻ കഴിയുന്നുണ്ടോ? അവനെ ഒന്ന് ചേർത്ത് പിടിക്കാൻ കഴിയുന്നുണ്ടോ? പൗലോസ് എന്തുകൊണ്ടാണ് തന്നെ സ്വീകരിക്കാത്തതെന്ന് ഇവിടെ കൃത്യമായി പറയുന്നില്ല. ഒരു ശുശ്രൂഷയിൽ വരാത്തത് കൊണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാലും പ്രശ്നമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. എന്തു തന്നെയാണെങ്കിലും നമ്മുടെ അടുത്ത സഹോദരനെ
കാണുന്ന സഹോദരനെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കാണാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കും? പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ പറയട്ടെ, കാണുന്ന സഹോദരനെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കാണാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കും? പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. കർത്താവിൻ്റെ ഒരു സാന്നിധ്യമാണ് നാം അനുഭവിക്കുന്നത്. എന്നാൽ മനസ്സിലാക്കുക, അങ്ങനെ കൂട്ടിക്കൊണ്ടുപോകുന്നത് യോഗ്യമല്ല എന്ന് നിരൂപിച്ചു. അങ്ങനെ അവർ തമ്മിൽ ഉഗ്രവാദമുണ്ടായിട്ട് വേർപിരിഞ്ഞു. നോക്കുക, എവിടെ പോവുക? സുവിശേഷ വേലയ്ക്ക്. എവിടെ പോവുകയാണ്? സഹോദരന്മാരെ അന്വേഷിച്ച്. എവിടെ പോവുക? സുവിശേഷം അറിയിച്ച സ്ഥലത്ത് സഹോദരന്മാർ എങ്ങനെ ഇരിക്കുന്നു അറിയാൻ വേണ്ടി, അവരുടെ ക്ഷേമവിവരം അന്വേഷിക്കാൻ വേണ്ടി പോവുക. പക്ഷെ പോകുന്നതിന് മുമ്പ് ഇവിടെ ഉഗ്രവാദം. ഒരാൾ പറയുന്നു മർക്കോസിനെ കൊണ്ടുപോകണം, വേറൊരാൾ പറയുക മർക്കോസ് വേണ്ട. പ്രൈസ് ദി ലോർഡ്. നോക്കുക, ഉഗ്രവാദമുണ്ടായി വേർപിരിഞ്ഞു എന്നാണ് കാണിക്കുന്നത്. എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാം ഒരു സുവിശേഷ വേലയ്ക്ക്, വളരെ ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, മിക്കവാറും നമ്മുടെ ക്രിസ്തീയ കുടുംബങ്ങളിൽ വഴക്കുണ്ടാകുന്നത് ശനിയാഴ്ച രാത്രിയോ ഞായറാഴ്ച രാവിലെയോ ആയിരിക്കും. ചെറിയ കാര്യം മതി. ഒന്നുകിൽ താക്കോൽ എവിടെയെന്ന് വിചാരിച്ചിട്ടായിരിക്കും, താക്കോൽ എവിടെയെന്ന് കണ്ടുപിടിക്കാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ എൻ്റെ ആ ഡ്രസ്സ് എന്താ നീ കഴുകിയിടാത്തത്, അല്ലെങ്കിൽ ഡ്രസ്സ് എന്താ തേച്ച് വെക്കാത്തത്, ഞാൻ അച്ഛനോട് പറഞ്ഞില്ലേ ഇന്നലെ തേക്കണമെന്ന്, ഇപ്പം കറണ്ടില്ലെന്ന് അറിയാമല്ലേ. ഈ പേരിൽ പ്രശ്നമുണ്ടായി, വഴക്കുണ്ടായി, എത്രയോ മീറ്റിങ്ങുകൾ മുടക്കിയവരെ എനിക്കറിയാം. പക്ഷെ ഇതൊക്കെ പിശാചിൻ്റെ തന്ത്രമാണെന്ന് എത്ര പേരാ തിരിച്ചറിയാത്തത്? നാം നല്ലൊരു കാര്യത്തിന് പോകുമ്പോൾ, ഇന്ന് വളരെ അനുഗ്രഹമുള്ള ഒരു ഫാസ്റ്റിംഗ് പ്രയറിൽ പോകാമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ വലിയൊരു സ്പെഷ്യൽ മീറ്റിങ്ങിന് പോകുന്നു, അന്നായിരിക്കും വീട്ടിൽ പ്രശ്നം ഉണ്ടാകുന്നത്. ഒരു വാഹനത്തിൽ പോകേണ്ടവർ ഇരുവാഹനത്തിൽ പോകുന്നതുണ്ട്. എന്തിയാച്ച അമ്മാമ്മയെ കണ്ടില്ലല്ലോ, അമ്മാമ്മയ്ക്ക് നല്ല സുഖമില്ല. കാരണം എന്നാ? സുഖമില്ലാത്ത കാര്യങ്ങൾ നടന്നു. അച്ഛനെ കണ്ടില്ലല്ലോ, അച്ഛൻ രാവിലെ വരണമെന്നൊക്കെ പറഞ്ഞിരുന്നതാ, പിന്നെ പെട്ടെന്നൊരു വല്ലായ്മ. മക്കളെ കണ്ടില്ലല്ലോ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. പക്ഷെ നോക്കുക, അങ്ങനെ വേർപിരിഞ്ഞു. ബർന്നബാസ് മർക്കോസിനെ കൂട്ടി കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി. നോക്കുക, ഇവിടെ ബർന്നബാസിന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. താൻ എല്ലാവരെയും കൂട്ടുന്നതാണ്, ചേർത്ത് പിടിക്കുന്നതാണ്, എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്നൊരു മനസ്സ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഞാൻ ഏത് ഭാഗത്ത് നിൽക്കുന്നു? ഞാൻ ബർന്നബാസായിട്ടാണോ, അതോ ഞാൻ പൗലോസായിട്ടാണോ? ഉഗ്രവാദമുണ്ടായി വേർപിരിഞ്ഞിട്ട് ബർന്നബാസ് മീറ്റിങ്ങിന് പോകാതിരുന്നില്ല. അങ്ങനെ വേർപിരിഞ്ഞിട്ട് പൗലോസ് പ്രാർത്ഥനയ്ക്ക് പോകാതിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ വളരെ ആഴമുള്ളൊരു സന്ദേശമാണ് ഞാൻ പറയുന്നത്. നോക്കുക, ബർന്നബാസ് മർക്കോസിനെ കൂട്ടി കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി. പൗലോസോ ശീലാസിനെ തിരഞ്ഞെടുത്ത് സഹോദരന്മാരാൽ കർത്താവിൻ്റെ കൃപയിൽ ഫലമേൽപ്പിക്കപ്പെട്ട് യാത്ര പുറപ്പെട്ടു. നോക്കുക, ഇവിടെ രണ്ട് ടീമാകുകയാണ്. ബർന്നബാസും പൗലോസും കൂടെയാണ് സംസാരിച്ചത്. അവർ സഹോദരന്മാർ എങ്ങനെ ഇരിക്കുന്നു എന്ന് പോകാൻ വേണ്ടി തുനിയുമ്പോൾ ബർന്നബാസ് പറയുകയാണ്, നമുക്ക് ഒരാളെ കൂടെ കൂട്ടാം, ഏതായാലും സുവിശേഷ പ്രവർത്തനം പോവുക. പക്ഷെ ഇതിൽ ആര് ചെയ്ത് ശരി തെറ്റെന്ന് പറയാൻ കഴിയില്ല. കാരണം പൗലോസ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആളാണ്. വലിയ അനുകമ്പയുണ്ടെങ്കിൽ പോലും ബർന്നബാസിന്റെ അത്രയും അനുകമ്പയുള്ള ആളല്ല. ഒരു സഭയിൽ ഈ രണ്ട് കൂട്ടരും വേണം. ഒരാൾ പറയുക, ഒരു വഴക്കുണ്ടായി, പ്രശ്നമുണ്ടായി, പുള്ളിയെ ഇനി ഒരു കാരണവശാലും നമ്മുടെ സഭയിൽ അടുപ്പിക്കാൻ പാടില്ല. ബർന്നബാസ് പറയുകയാണ്, അന്നൊരു തെറ്റല്ലേ, നമുക്കൊന്ന് ക്ഷമിക്കാം, നോക്കാം, നമുക്ക്
പക്ഷേ ഞാനിതിൽ ബർന്നബാസിൻ്റെ കൂടെ നിൽക്കുകയാണ്. കാരണം മറ്റൊരു വാക്യം വായിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ബർന്നബാസ് മർക്കോസിനെ കൂട്ടി യാത്ര ചെയ്യുകയാണ്. പക്ഷെ ആ യാത്ര ഭയങ്കരമായിരുന്നു. കാരണം പ്രവൃത്തിക്ക് വരാതെ പോയവൻ എന്നുള്ളൊരു പേരുള്ള മർക്കോസ്, ആ മർക്കോസിനെ ബർന്നബാസ് പൊളിച്ചെഴുതുകയാണ്. ആ മർക്കോസിനെ ബർന്നബാസ് ഒന്ന് അടിച്ചു വാർക്കുകയാണ്. നോക്കുക, നമ്മൾ ചിലരെ അവൻ കൊള്ളില്ല, അവൻ ഇനി ഒന്നിനും കൊള്ളത്തില്ല, അവൻ മര്യാദയ്ക്ക് പ്രാർത്ഥനയ്ക്ക് വരുന്നതല്ല, അവനോട് ശുശ്രൂഷയില്ല, അവനെ ഏതൊക്കെ തരത്തിൽ നിന്ദിക്കാവോ അവനെ ഇനി ഒരിടത്തും കൊണ്ടുപോകാൻ കൂടില്ല എന്നൊക്കെ പറയുന്നവർക്ക് അവരോടുള്ളൊരു സന്ദേശമാണിത്. നാം എല്ലാവരെയും ഇടിച്ചു താഴ്ത്താൻ വരട്ടെ, നാം എല്ലാവരെയും തള്ളിക്കളയാൻ വരട്ടെ. ഇവിടെ ബർന്നബാസിന്റെ കയ്യിൽ കിട്ടിയപ്പോൾ അവന് വന്ന മാറ്റം ഒരു വാക്യം വായിക്കുമെന്ന് നമുക്ക് അറിയാൻ പറ്റും. ആ വാക്യം ഞാൻ വായിക്കുന്നു. ശരിക്കും അപ്പോസ്തലനായ പൗലോസിന്റെ അവസാനത്തെ ലേഖനം എന്ന് പറയുന്നത്, അന്ന് പറഞ്ഞാൽ തൻ്റെ മരണത്തോടടുത്തിരിക്കുന്ന അവസാനത്തെ ലേഖനം എന്ന് പറയുന്നത് 2 തീമോഥെയോസാണ്. അവസാനത്തെ ഒരു മരണമൊഴി എന്നൊക്കെ പറയുന്നത് പോലെ, താൻ മരണം കാത്തു കിടക്കുമ്പോൾ തൻ്റെ അവസാനത്തെ ആഗ്രഹം എന്ന പോലെ അവസാനത്തെ വാക്കുകൾക്ക് എപ്പോഴും പ്രാധാന്യമുണ്ട്. ആ വാക്കുകൾ ഞാനൊന്ന് വായിക്കാം. 2 തീമോഥെയോസ് 4-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം. ലൂക്കോസ് മാത്രമേ എന്നോട് കൂടെ ഉള്ളൂ, മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്ക് ഉപയോഗമുള്ളവനാകയാൽ അവനെ കൂട്ടിക്കൊണ്ടുവരിക. ഓ ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ അവൻ വേണ്ട എന്ന് പറഞ്ഞവൻ, അവനെ കൊണ്ടുപോണ്ട എന്ന് പറഞ്ഞ പൗലോസ് ഇപ്പോൾ പറയുന്നു അവനെ കൂട്ടിക്കൊണ്ടുവരിക. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങൾക്കൊരു മർക്കോസ് ആകാൻ താല്പര്യമുണ്ടോ? ഒരു മർക്കോസിനെ തള്ളിക്കളഞ്ഞപ്പോഴും അവനെ കൂട്ടിക്കൊണ്ടുവരിക എന്ന ഒരു കൺസെപ്റ്റിലേക്ക് എത്തിത്തീരുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ഞാനില്ലാതെ പൗലോസിന് പറ്റില്ല എന്നൊരു ഒരു 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 തിരിച്ചുവരവ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. നമുക്ക് പലപ്പോഴും ആരെങ്കിലും വഴക്ക് പറഞ്ഞാൽ ഇനി അവനുമായിട്ടൊരു ചങ്ങാത്തം ഇല്ലെന്നുള്ളതാണ്. പക്ഷെ ഇതിൽ നിന്നും മർക്കോസിനെ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം, എന്നെ വേണ്ടെന്ന് പറഞ്ഞവനെ കൊണ്ട് കൂട്ടിക്കൊണ്ടുവരിക, അവനില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളൊരു മരണമൊഴി പറയുവാൻ മർക്കോസ് എടുത്ത ആ പെയിൻ ഒരുപക്ഷെ ബർന്നബാസിന്റെ ഇൻഫ്ലുവൻസ് ആയിരിക്കാം. ഇതിന് ഞാൻ ബർന്നബാസിന് ഒരു സല്യൂട്ട് കൊടുക്കുകയാണ്. അതിനേക്കാളൊക്കെ ഉപരി ഈ മർക്കോസാണ്, വേണ്ടെന്ന് പറഞ്ഞ മർക്കോസാണ് ക്രിസ്തുവിൻ്റെ ആദ്യ ചരിത്രം എഴുതുന്നത്. ദ ഗോസ്പൽ ഓഫ് മാർക്ക്. കർത്താവിൻ്റെ ജീവചരിത്രം ശക്തമായി എഴുതുവാൻ അതിന് പത്രോസും കാരണക്കാരനാണ്. താൻ പത്രോസിൻ്റെ കൂടെ അനേക യാത്രകൾ ചെയ്തു. പത്രോസിൻ്റെ കൈക്ക് വെള്ളം ഒഴിച്ചതുപോലെ. അതുകൊണ്ട് തന്നെ അവന് നന്നായിട്ട് ആദ്യ സുവിശേഷം എന്ന് പറയുന്നത് മർക്കോസ് സുവിശേഷമാണ്. ലൂക്കോസ് എഴുതുന്നതിന് മുമ്പ്, മത്തായി എഴുതുന്നതിന് മുമ്പ്. നോക്കുക, എന്തൊരു ഒരു മാജിക്കാണെന്ന് നോക്കിക്കേ. എനിക്കിത് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കരച്ചിൽ വരികയാണ്. ഞാൻ സമയം പോയതൊന്നും അറിയുന്നില്ല. അത്രയ്ക്ക് ഒരു എന്താ പറയുന്നത്, സന്തോഷം കൊണ്ട് മനസ്സ് ഇങ്ങനെ തുള്ളിച്ചാടുകയാണ്. പൗലോസ് മർക്കോസിനെ വേണ്ടെന്ന് പറഞ്ഞെങ്കിൽ അവൻ്റെ ഒരു ഹാർഡ് വർക്ക്, വേണ്ടെന്ന് പറഞ്ഞവനെ കൊണ്ട് കൂട്ടിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞ, പ്രൈസ് ദി ലോർഡ്, അതൊക്കെ ഒരുപാട് ചിന്തിക്കേണ്ട ഭാഗമാണ്. ഈ സമയം എനിക്ക് ഓർമ്മ വരുന്നതാണ് നമ്മുടെ ദാവീദ്. അവൻ വന്നല്ലാതെ
നാം പന്തിക്കിരിക്കത്തില്ല. വീട്ടിൽ പറഞ്ഞയച്ചതാ. ഇങ്ങനെ ആകാൻ നിങ്ങൾക്ക് കഴിയുമോ? നോക്കുക, മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ളവൻ. പ്രൈസ് ദി ലോർഡ്. നേരത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടെന്ന് പറഞ്ഞ പൗലോസ്, അവനെ കൊണ്ടുവരണ്ട, അവൻ വന്ന ശുശ്രൂഷ നടക്കില്ല. ഇപ്പോൾ തിരുത്തി പറയുക. നിങ്ങളെ കൊണ്ട്, ചിലരെ കൊണ്ട് തിരുത്തി പറയാൻ പറ്റുമോ? നേരത്തെ ഇവൻ കൊള്ളത്തില്ല, ഇവൻ വേണ്ട, ഇവൻ ശുശ്രൂഷയ്ക്ക് പറ്റത്തില്ല, ഇവൻ നന്നാകത്തില്ല. നിങ്ങൾക്ക് തിരുത്തി പറയാൻ കഴിയുമോ? തിരുത്തിക്കൊണ്ട് പറയിപ്പിക്കാൻ കഴിയുമോ? എന്നെ വേണ്ടെന്ന് പറഞ്ഞ സ്ഥാനത്ത് അവൻ വന്നല്ലാതെ, പ്രൈസ് ദി ലോർഡ്, അവൻ ശുശ്രൂഷയ്ക്ക് എനിക്ക് ശരിക്കും ഉപയോഗമുള്ളവൻ. നോക്കുക, ലൂക്കോസ് മാത്രമേ എൻ്റെ കൂടെ ഉള്ളൂ. വളരെ അർത്ഥവത്തായ പദങ്ങളാണ്. ഞാനിവിടെ നിർത്തുവാൻ നിർബന്ധിതനാകുകയാണ്. വാക്യം മറന്നു പോകല്ലേ. കുറേ നാൾ കഴിഞ്ഞിട്ട് പൗലോസ് ബർന്നബാസിനോട് കൂടെ നാം കർത്താവിൻ്റെ വചനം അറിയിച്ച പട്ടണം തോറും പിന്നെയും ചെന്ന് സഹോദരന്മാർ എങ്ങനെ ഇരിക്കുന്നു എന്ന് നമുക്കൊന്ന് അന്വേഷിക്കണം. നമ്മുടെ കുറിവാക്യവും നമ്മുടെ ചിന്തയും മറന്നു പോകരുത്. യോസഫിൻ്റെ ജീവിതത്തെ പറ്റിയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ സഹോദരന്മാർ എങ്ങനെയുണ്ടെന്ന് അറിയുന്ന ആ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ വന്നത്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം നിങ്ങളുടെ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ അഭിപ്രായങ്ങളും ഒക്കെ നിങ്ങൾ പറയുമ്പോൾ എനിക്കത് കൂടുതലായി അത് വചനം പഠിക്കാനും അതിനെ വായിക്കാനൊക്കെ പ്രചോദനം നൽകുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ദയവായി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കണം. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ എന്തെങ്കിലും വിമർശനങ്ങളുണ്ടെങ്കിൽ അതങ്ങനെയല്ല, ഇങ്ങനെ ആകാമായിരുന്നു, അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. സമയം ഇച്ചിരി കൂടിപ്പോയെന്ന് തോന്നുന്നു. എങ്കിലും ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ.